ഇന്ത്യ ബോധപൂർവം പാകിസ്ഥാനിൽ ഒരു പ്രളയമുണ്ടാക്കിയോ? അവിടുത്തെ ജനതയെ ആകെ വലച്ചോ? സർക്കാരിനെ വീർപ്പ് മുട്ടിച്ചോ? കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിറഞ്ഞ വാർത്ത ഇതുതന്നെയായിരുന്നു. ബോധപൂർവം ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാനോട് ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് വിദേശകാര്യ മന്ത്രാലയം. ഈ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയാണ്. ജനാബ് നദിയിലെ ജലനിരപ്പ് ഉയർന്നത് കനത്ത മഴയെ തുടർന്നാണ്. ബോധപൂർവമായ ഇടപെടൽ ഒരിക്കലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, അതുണ്ടാവുകയുമില്ല. ജൂലൈ 20 മുതൽ ജൂലൈ 23 വരെ ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ കനത്ത മഴ പെയ്തത് നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിൽ പല മേഖലകൾ, പ്രത്യേകിച്ച് ഈ ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ അസം, ഗുജറാത്ത് ഇവിടങ്ങളിലൊക്കെ തന്നെ പ്രളയങ്ങളുണ്ടായത് നമ്മൾ കണ്ടതാണ്. വെള്ളക്കെട്ടുകൾ, വെള്ളപ്പൊക്കമുണ്ടായത് കണ്ടതാണ്. മൺസൂൺ മഴയാണ് ഇതിനൊക്കെ തന്നെ കാരണമായിട്ടുള്ളത്. ചെനാബ് നദിയിലെ ജലനിരപ്പ് ഉയരാൻ കാരണമായതും ഈ മൺസൂൺ മഴ തന്നെയാണ്. ബോധപൂർവമായ ഒരു ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത് പാകിസ്ഥാന്റെ സ്വന്തം കാലാവസ്ഥാ നിരീക്ഷണ അധികാരികൾ തന്നെ സ്ഥിരീകരിച്ച കാര്യമായിരുന്നു. എന്നിട്ട് പോലും ഒരു അവസരം ഇന്ത്യയെ പഴിക്കാനായി കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ മുതലെടുക്കുന്ന ഒരു പാകിസ്ഥാനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെനാബ് നദിയിലുണ്ടായ ഉയർന്ന ജലനിരപ്പ് തന്നെയാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണമെന്നുള്ള കാര്യം അടിവരയിട്ട് പറയുകയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളും. മറാലയിലെ ഉയർന്ന നീരൊഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ ഇന്ത്യ തടഞ്ഞു വെച്ചു എന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളിലെ ആരോപണങ്ങൾ തികച്ചും തെറ്റാണ്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ ഇന്ത്യ തടഞ്ഞു വെച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ച സിന്ധു നദീജല കരാർ വിഷയവും ജയ്സ്വാൾ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. വെള്ളവും ചോരയും ഒരുമിച്ചൊഴുകില്ല എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത്. ഭീകരവാദത്തിനുള്ള പിന്തുണ പാകിസ്ഥാൻ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതുവരെ ഈ കരാർ നിർത്തിവെപ്പ് ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം മാനുഷിക പരിഗണന മുൻനിർത്തി ഈ പ്രളയവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴി കൈമാറുന്നത് തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നദിയുടെ ഒഴുക്ക് പ്രത്യേക വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകേണ്ട അസാധാരണമായ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. പാകിസ്ഥാന്റെ കാലാവസ്ഥാ നിരീക്ഷണ അധികാരികൾ ഇതൊക്കെ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇന്ത്യ പാകിസ്ഥാനുമായി മുന്നറിയിപ്പ് പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിറകെ ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ച ഒരു സംഭവമുണ്ട്. അതുതന്നെയാണ് ഇതിനാധാരമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.